ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ വീഡിയോ. സോ ഞാൻ ഇന്ന് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട്സ് ഇൻ മൈ ബാഗ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചാലഞ്ചാണ്. ഞാൻ ഒരുപാട് തവണ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുള്ളൊരു ചാലഞ്ചാണ്. ഒരുപാട് ആൻറ്റിമാർ ചെയ്യുന്നുണ്ട്, ഒരുപാട് കുഞ്ഞു പിള്ളേർ ചെയ്യണം. അപ്പം ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ വന്നിട്ടുള്ള എൻ്റെ സ്കൂൾ ബാഗ് വെച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. അപ്പോൾ ഇതാണ് എൻ്റെ ഫസ്റ്റ് റോയിൻ്റെ അകത്ത് എനിക്കുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റഫ് ബുക്കാണ്. നല്ല രസമില്ല കാണാൻ. ഇതിൻ്റെ അകത്ത് താണ്ട് ഞാൻ ഉണ്ടാക്കിയൊരു ഇതാണ്, പിക്ചറാണ്. ഇതുണ്ട്, ക്യൂട്ടല്ലേ? ഞാൻ വരച്ചതാണ് കേട്ടോ. അപ്പം ഇത് ഞാനിങ്ങനെ ഇതിൽ നല്ല ഇതായിരിക്കാൻ വേണ്ടി ഞാനിതിങ്ങനെ വെച്ചേക്കാണ്, നല്ല സൈഡിൽ നിന്നൊക്കെ ക്യൂട്ടായിട്ടല്ലേ. അപ്പോൾ ഇതെൻ്റെ ഒരു റഫ് ബുക്കാണ്. ഇതിൻ്റെ അകത്തെ എൻ്റെ ഡീറ്റെയിൽസിനെ പറ്റി എഴുതിയിട്ടുണ്ട്. അത് സ്കൂളിൽ നടന്നു പോകുന്ന സമയത്ത് എങ്ങാനും കളഞ്ഞു പോയി കഴിഞ്ഞാൽ അമ്മയും അച്ഛനെയും വിളിക്കാനുള്ള നമ്പർ, ചേട്ടനെ വിളിക്കാനുള്ള നമ്പർ, പിന്നെ അഡ്രസ്സ്, അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ അതൊരു മെയിൻ ബുക്കാണെന്ന് പറയാം, പക്ഷേ ഞാനൊരു റഫ് ബുക്കായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പം നെക്സ്റ്റ് റോയിലോട്ടേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതിൽ 2 ബുക്കുണ്ട്. ആദ്യത്തെ ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റീഡിങ് റെക്കോർഡ് ആൻഡ് വീക്ക്ലി ഡയറി എന്ന് പറയുന്ന ഒരു ബുക്കാണ്. ഈ ബുക്കിൽ നമുക്ക് റീഡിങ് ആണ് ഡെയിലി. അപ്പം നമുക്ക് ലൈബ്രറി ഉണ്ട്, അപ്പോൾ അവിടുന്ന് ഈ ബുക്ക് നമുക്ക് കളക്ട് ചെയ്യാൻ കിട്ടും. നമ്മുടെ ലെവൽ വെച്ചിട്ട് വായിക്കാവുന്ന അത് നമ്മൾ വായിച്ചിട്ട് അവിടെ വീട്ടിലല്ല സ്കൂളിൽ ചെന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു ക്വിസ് ഉണ്ട്. 5 അല്ല പിന്നെ 10 എത്ര ക്വസ്റ്റ്യൻസ് അവർ ചോദിക്കും. അപ്പം നമുക്ക് ഇതിൽ കറക്റ്റ് 100ൽ 100 കിട്ടുകയാണ് നമ്മൾ ജയിക്കുകയാണെന്ന്. അപ്പോൾ നമുക്ക് ഇതാണ് നമ്മുടെ ബുക്ക്. ഞാനിത് റീഡ് ചെയ്ത് തന്നെയാണ്. പിന്നെ നമ്മുടെ കയ്യിലുള്ളത് എൻ്റെ ഹോംവർക്ക് ബുക്കാണ്. അത് എനിക്ക് ഫ്രൈഡേസിൽ മാത്രമേ തരത്തുള്ളൂ എൻ്റെ ടീച്ചർമാർ. ഞാൻ എൻ്റെ ബുക്കൊന്ന് സ്ട്രെയിറ്റ് വെച്ചിട്ട് ഇങ്ങനെയാണ് വയ്ക്കാറുണ്ട് ബുക്ക്. അത് ജസ്റ്റ് വേസ്റ്റാണ്. അപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഹോംവർക്ക് ബുക്കാണ്. കണ്ട യെല്ലോ കളറിൽ നല്ല രസമാണ്. ഞാൻ ഡെക്കറേഷൻ ഒന്നും ചെയ്തിട്ടെന്ന് വെച്ചാൽ സ്കൂളിൽ തിരിച്ചു കൊണ്ടുപോയി കൊടുക്കണം. നമ്മൾ ഇതിൽ വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മളിത് തിരിച്ചു കൊടുക്കും. അപ്പോൾ നമുക്ക് ഫ്രൈഡേ തന്നു വിടും. സാറ്റർഡേ സൺഡേ നമുക്ക് അവധിയുള്ളത്. അപ്പോൾ അന്നേരം നമുക്ക് ഇത് ചെയ്ത് തീർക്കാൻ പറ്റും. ഞാൻ ഫ്രൈഡേ തിരിച്ച് വന്നതിന് ശേഷം എൻ്റെ റീഡിങ് കഴിഞ്ഞതിന് ശേഷം നേരെ ഞാൻ ഹോംവർക്ക് ചെയ്യാൻ പോകും. പിന്നെ ഇവിടുത്തെ ഹോംവർക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രിയേറ്റീവാണ് എൻ്റേത്. എനിക്ക് ക്വസ്റ്റ്യൻസൊക്കെ ഇങ്ങനെയുണ്ട്. എല്ലാ ഫ്രൈഡേയിലും ഒന്നൊന്നായിട്ട് ഇങ്ങനെ പിക്ക് ചെയ്ത് ചെയ്യണം. അപ്പം ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത് ക്രിയേറ്റ് മായ ഡെത്ത് മാസ്ക്, പെയിൻറ്റ് എ പിക്ചർ ഓഫ് ഫേസ് വെയറിങ് ഗ്രീൻ ജുവലർ ഇൻ ദ സ്റ്റൈൽ ഓഫ് ഏൻഷ്യൻ്റ് മായ, ഫൈൻഡ് ദ ഒബ്ജക്റ്റ് ഇൻ യുവർ ഹൗസ് ദാറ്റ് ഹാവ് ഇൻസുലേഷൻ, പിന്നെ ഡിസൈൻ എ ലഞ്ച് ബോക്സ് ഫോർ കീപ്പിംഗ് യുവർ ഐസ്ക്രീം സേഫ്, create an explanation of multiplication methods, create a humanist rule poster, then create a weather report in a different language. So അപ്പം നമുക്ക് ഇതിൽ ഇനി ചെയ്യാൻ കിടക്കുന്നത് ഞാൻ ഫസ്റ്റ് ക്വസ്റ്റ്യനാണ്, പിന്നെ 5th ക്വസ്റ്റ്യനും പിന്നെ 9th ക്വസ്റ്റ്യനാണ് ഇനി നമുക്ക് ചെയ്യാനുള്ളത്. ബാക്കിയുള്ള ഞാനെല്ലാം ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഞാൻ കാണിച്ചറിഞ്ഞ് ചെയ്തിരിക്കുന്നതൊക്കെ നമുക്കൊന്ന് തുറന്നേക്കാം. ഓക്കെ, ആദ്യം നമ്മൾ തുറക്കുമ്പോൾ തന്നെ ഞാൻ റൂൾ പോസ്റ്ററാണ് ചെയ്തത്. കലാവോ 10 റൂൾസ് എഴുതി. പിന്നെ ഞാൻ ചെയ്തത് ഒരു ഫേസ് നമ്മുടെ ഏൻഷ്യൻ്റ് മായൻ്റെ സ്റ്റൈലിൽ ഇങ്ങനെ ഒരു ഗ്രീൻ ജുവലറി ഇട്ടിട്ട് ഇങ്ങനെ ഉണ്ട്, നല്ല രസമല്ലേ കാണാൻ. പിന്നെ ഇത് നമ്മുടെ ടീച്ചറിൻ്റെ ഒരു സൈനാണ്. ഇതാണ് നിങ്ങൾ കണ്ടിട്ട് ഇനി ഞാൻ ചെയ്തതെന്ന് വിചാരിക്കരുത്. ഇതിൽ എഴുതിയേക്കുന്ന മിസ്സിസ്
ഓൾ സേസ് ഗ്രേറ്റ് വർക്ക്. നമ്മുടെ ടീച്ചറിൻ്റെ പേരാണ്. ആ ടീച്ചർ സ്റ്റാമ്പ് വരണതാണ്. പിന്നെ ഞാൻ ചെയ്തത് ക്രിയേറ്റ് മൈ ഡെത്ത് മാസ്ക് എന്ന് പറഞ്ഞിട്ട് ഈ രണ്ടെണ്ണം ചെയ്ത്. നല്ല രസമില്ലേ കാണാൻ. പിന്നെ ഞാൻ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെതർ റിപ്പോർട്ട് മലയാളത്തിൽ. ഇത് ഞാനല്ല എഴുതിയത്, എൻ്റെ ചേട്ടനാണ്. ബിക്കോസ് എനിക്ക് മലയാളം എഴുതാനും അറിയത്തില്ല, വായിക്കാനും അറിയത്തില്ല. ബിക്കോസ് എന്നെ ഇതുവരെ ആയിട്ട് അത് പഠിപ്പിച്ചിട്ടില്ല. ഇനി ഇവിടെ എന്തായാലും പഠിപ്പിക്കത്തില്ല, ഉറപ്പാണ്. പിന്നെ ഞാൻ ചെയ്തത് ഐസ്ക്രീമിനെ സേഫാക്കി വെക്കാൻ വേണ്ടി ചെയ്തൊരു കാര്യമാണ്. ആദ്യം ഞാൻ എൻ്റെ ഐസ്ക്രീം എടുത്ത് എൻ്റെ ലഞ്ച് ബോക്സിൻ്റെ അകത്ത് വെച്ച്, പിന്നെ എൻ്റെ ലഞ്ച് ബോക്സ് കവർ ചെയ്തതിന് ശേഷം ഞാൻ പാസ്വേഡ് മാറ്റി, എന്നിട്ട് ഡോണ്ട് ടച്ച് എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. പിന്നെ ഞാൻ ചെയ്തത് ഇപ്പത്താണ് എൻ്റെ ഇൻസ്റ്റലേഷൻ ദാറ്റ് ഹാവ് ഇൻ മൈ ഹൗസ് എന്ന് പറഞ്ഞിട്ട് 8 കാര്യങ്ങളാണ് എഴുതി. അപ്പം നമുക്ക് അങ്ങോട്ട് മാറ്റിയൊക്കെ ഇറിറ്റേഷനുണ്ട്, പിന്നെ എടുത്തേക്കാം. പിന്നെ നെക്സ്റ്റ് പേജിൽ ഞാൻ ചെയ്ത മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡാണ്. അപ്പോൾ ഇത്രയേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ഇനി നമുക്ക് ചെയ്യാൻ കിടക്കണുള്ളൂ. അപ്പം ഇത് നമ്മുടെ കഴിഞ്ഞിരിക്കണം. ഇനി ഒന്നുമില്ല, എൻ്റെ ബാഗിൽ ഖാലിയാണ്. ഞാൻ ലഞ്ച് ബോക്സും എൻ്റെ വാട്ടർ ബോട്ടിലും എടുത്ത് കൊണ്ടുപോയി വെച്ചിരിക്കണം. എൻ്റെ വാട്ടർ ബോട്ടിലും എൻ്റെ ലഞ്ച് ബോക്സ് വേണേൽ കാണിച്ചു തരാം ഞാൻ. ഒരു മിനിറ്റ്. അപ്പോൾ നമ്മളിനി എങ്ങാനും ലഞ്ച് ബോക്സും ഇനി വാട്ടർ ബോട്ടിലും ഞങ്ങൾ കണ്ടിട്ടുള്ളത് പോലെയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം കിട്ടിയാൽ എൻ്റെ ലഞ്ച് ബോക്സ് മമ്മ കഴുകി വെച്ചേക്കാണ്, അപ്പോൾ തരത്തില്ലെന്ന് പറഞ്ഞ്. ഇതാണ് എൻ്റെ വാട്ടർ ബോട്ടിൽ. നല്ല രസമില്ല കാണാൻ. ഇത് ഞാൻ ഉണ്ടാക്കിയതാണ്. ഈ റിബൺ പിന്നെ ഇതിൽ കെട്ടി വെച്ച്. ഇതിന് ഒരു ഡിസൈനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനിതിനിങ്ങനെ ക്യാരി ചെയ്യാനും പിന്നെ കാണാൻ നല്ല രസമായതുകൊണ്ട് ഞാനിതിനെ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിതേപോലെ ഇത് ഓപ്പണാക്കി കുടിക്കാവുന്നതാണ്. അത് ഞാൻ അസ്തേന്ന് വാങ്ങിച്ചതാണ്, നിങ്ങൾ കണ്ടിട്ടുണ്ട് പറയണം. പിന്നെ അസ്തേന്ന് തന്നെ ഞാൻ വാങ്ങിച്ചൊരു ലഞ്ച് ബോക്സാണ്, ഒരു പർപ്പിൾ കളറിലെ ഡിസൈൻ. അതിനും ഇല്ല, സാധാ ഒരു പർപ്പിൾ കളർ ഡിസൈനാണ്. അത്ര ഉള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക്. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.